CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് ജി സുധാകരൻ. മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമല്ല. വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ആളല്ല താൻ. വിമർശനമുന്നയിച്ച ആൾക്ക് പിന്നിൽ ആരോ ഉണ്ടെന്നും തന്നെ അപമാനിക്കാൻ വേണ്ടി പറയിപ്പിച്ചെന്നും ജി സുധാകരൻ വിമർശിച്ചു. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് ആരോ ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നു, അത് പത്രങ്ങളിലും വരുന്നു. പാർട്ടിക്ക് അകത്ത് പറയുന്നതാണെങ്കിൽ പത്രത്തിൽ വരുന്നില്ലല്ലോ. അപ്പൊ അത് പത്രത്തിൽ വന്നതുകൊണ്ട് അതിനെനിക്ക് സമാധാനം പറയാം. അതിനകത്തുള്ളത് തികച്ചും മാർക്സിസ്റ്റ് വിരുദ്ധമായ ആശയമാണ്. ഒന്ന്, വിശ്രമ ജീവിതം നയിക്കുക. എഴുന്നേറ്റ് നടക്കാനാവുന്ന കാലത്തോളം കമ്മ്യൂണിസ്റ്റുകാരന് വിശ്രമമില്ല. മനഃപൂർവ്വം ആക്ഷേപിക്കാൻ, അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പറയിപ്പിച്ചതാണ്. ഇത്തരം രോഗികളൊക്കെ ആലപ്പുഴയിലാണ് ഉണ്ടായിരുന്നത്. കുറച്ചുപേരേ ഉള്ളൂ. ആ രോഗം ഇനി അങ്ങോട്ടും പടർന്നിട്ടുണ്ടാവും. ആരാണ് വൈറസ് അവിടെ കൊണ്ട് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ആരായാലും ശരി, ഇതൊന്നും ഒരു ഗുണവും ചെയ്യില്ല. പറഞ്ഞ ആളുടെ ഗുണം ചെയ്യില്ല, പ്രസ്ഥാനത്തും ചെയ്യില്ല. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വായി തോന്നുന്നതും പറയുന്ന ആളാണെന്ന് ആരാ പറയുക? വാഗൊണ്ടും വയറുകൊണ്ടും അല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ സംസാരിച്ച ചിന്താശക്തി കൊണ്ടും വായനാശീലം കൊണ്ടും പരിചയം കൊണ്ടുമാണ്. മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല. എന്തിനങ്ങനെ വിമർശനം? ഏത് കാര്യമെന്ന് പറയുന്നില്ലല്ലോ. ഇന്നത് പറഞ്ഞത് പാർട്ടി വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, തിരുത്തിക്കൂടെ? അതില്ല, ആക്ഷേപിക്കാൻ പറയുന്നതാണിത്. ശരത് എസ് ഉണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, വായിൽ തോന്നുന്ന വിളിച്ചു പറയുന്ന ജി സുധാകരനെ നിയന്ത്രിക്കണമെന്നാണ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം. എന്താണ് സുധാകരന്റെ മറുപടി? ആര്യ, പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ജി സുധാകരനെതിരെ ഉയർന്ന വിമർശനത്തിൽ അക്കമിട്ട മറുപടിയാണ് സുധാകരൻ നൽകിയിരിക്കുന്നത്. അതായത്, കമ്മ്യൂണിസ്റ്റുകാർക്ക് വിശ്രമ ജീവിതം എന്നൊന്നില്ല. എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്നിടത്തോളം കാലം സംസാരിക്കും. ഒപ്പം വീട്ടിൽ ഇരുന്നാൽ വിശ്രമിച്ചാൽ ഭ്രാന്താകും. അതേപോലെ തന്നെ താൻ ഇതുവരെ വിശ്രമത്തിൽ ജീവിതത്തിലേക്ക് കടന്നിട്ടില്ല. 4 വർഷത്തിന്റെ 1450 പരിപാടികളിൽ താൻ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ആളല്ല. ഞാൻ വായ കൊണ്ടും വയറുകൊണ്ടും സംസാരിക്കുന്ന ആളല്ല. വായനാശീലവും ചിന്താശേഷിയും പരിചയം കൊണ്ടുമാണ് താൻ സംസാരിക്കുന്നത്. മിണ്ടാതിരിക്കാൻ പറയാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ല എന്നും സുധാകരൻ പറയുന്നു. ഒപ്പം ശ്രദ്ധ കിട്ടുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകന്റെ കഴിവാണ്. പരമാവധി വേദികളിലൊക്കെ തന്നെ താൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് സുധാകരൻ ഈ വിഷയത്തിൽ ഈ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ എന്തായാലും അക്കമിട്ട് പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഒപ്പം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി. അതായത്, ഈ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു വിമർശനം ഉയർന്നിട്ടുണ്ടെന്ന് താൻ കണക്കാക്കുന്നില്ല. ഈ വിമർശനം ഉയർന്നു എന്നുള്ളത് വരുത്തി തീർത്തതാണ്. അത് ആരോ തന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ഇക്കാര്യം മാധ്യമങ്ങൾക്ക് നൽകിയതാണ് എന്നുള്ളതാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. ആലപ്പുഴയിലെ വൈറസ് പത്തനംതിട്ടയിലേക്ക് പടർന്നു എന്ന് സംശയിക്കുന്നുണ്ടെന്നും സുധാകരൻ പറയുന്നു. അതായത്, നേരത്തെ തന്നെ ആലപ്പുഴയിൽ തന്നെ പല പരിപാടികളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു. വിവാഹ മരണാനന്തര ചടങ്ങുകളിൽ തന്നെ ക്ഷണിക്കരുതെന്ന് പലരോടും പറഞ്ഞു. പക്ഷേ 100 കണക്കിന് ആളുകൾ ഇപ്പോഴും ഓരോ പരിപാടികളിലേക്ക് തന്നെ ക്ഷണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആലപ്പുഴയിലെ വൈറസ് പത്തനംതിട്ടയിലേക്ക് പടർന്നു എന്ന് സംശയിക്കുന്നതായും എന്തായാലും സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ശരത് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.